തിരുവാതിരാണിക്കുളത്താണ്, ആലുവയിലാണ്. ആലുവയ്ക്ക് അടുത്തുള്ള ദേശം കഴിഞ്ഞ് ചൊവ്വര തിരുവാതിരാണിക്കുളം അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള കൈലാസം വെൽനസ് പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പേര് രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര നേരത്തെ ഇവരെല്ലാം എഴുന്നേരുത് ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. ഇതാണോ വ്യായാമം? ഇതൊരു വ്യായാമമാണ്, കൈയും ഒക്കെ ഉപയോഗിച്ച്. അല്ല, ഇങ്ങനെ വ്യായാമം ചെയ്യാം. പക്ഷെ ഇവിടെ യോഗ ചെയ്യുന്നവരുണ്ട്, നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ നടപ്പിനിടയിലാണ് അവർ വന്ന് ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാലൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് പഴയ സ്മരണകളിലേക്കൊക്കെയാണ്. അതെ അതെ. അപ്പോ നമ്മള് എന്താണ് ഇവിടെ ഈ പാർക്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതൊന്ന് നമ്മുടെ പ്രേക്ഷകരോട്. ഇവിടുത്തെ ഒരു എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇത് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് ഒരു 7:30 ആകുമ്പോൾ എല്ലാവരും പോകും. 8 മണി വരെ എല്ലാവരും ഉണ്ടാവും. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നടക്കൽ 6 മണിക്കുള്ളിൽ വരും. എന്നിട്ട് അവിടെ കൂട്ടായ്മയായിട്ട് എല്ലാവരും ഒരു ഫോട്ടോ കൊടുക്കും. അത് ഞങ്ങൾ വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഡെയിലി ഉണ്ടാവുന്ന സംഭവമാണ്. അതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. കൊതിപ്പിക്കുക അല്ലേ? ഓ, നല്ല തണുപ്പുണ്ട്. എന്താ ചേട്ടന്റെ പേരെന്താ? അബ്ദു. അബ്ദു, നിങ്ങൾ എത്ര പേരുണ്ടാവും ഏകദേശം? ഞങ്ങളൊരു 100 ഉണ്ടാവും. നിങ്ങളുടെ യൂണിഫോം എന്താ പറയുന്നത്? ചേട്ടനാണോ പറയാൻ പോണേ? ചേട്ടൻ പേരെന്താ? മുഹമ്മദ് അലി. പിന്നെ ഒരുപാട് പേരുണ്ടല്ലേ, എല്ലാവരെയും കൂടെ പേര് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ചേട്ടൻ എത്ര നാളായി? ഞാൻ മൊത്തത്തിൽ ഒരു 15 വർഷത്തിൽ കൂടുതലായി വരുന്നു. ഇവിടെ ഒരു 6 മാസമായി ഞങ്ങൾ ഈ ഗ്രൗണ്ട് പ്രിപ്പയർ ആയിട്ട്. അന്ന് മുതൽ ഇത്രയും പേരെല്ലാവരും, ഞങ്ങൾ ഗ്രൂപ്പിൽ 100 പേരുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, തിരുവാനിക്കുളം റണ്ണേഴ്സ് ക്ലബിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാവരും വരും. പിന്നെ ജോഗേഴ്സ് ആൻഡ് റണ്ണേഴ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും. പിന്നെ ചെറിയ ഡാൻസുകളൊക്കെ ചെയ്യും എല്ലാവരും. ഇതിന്റെ മുതലാളി പ്രസൂൺ എവിടെ? പറയൂ മുതലാളി. ക്യാമറ ഇവിടെ വരല്ലേ? അതെ. എന്താ അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു വെൽനസ് പാർക്ക് ഇത്രയധികം പേരെ ഇവിടെ കൂട്ടായ്മയോടെ കൊണ്ടുവരുന്നു? ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നു, എക്സർസൈസ് ചെയ്യുന്നു, ആൾക്കാരെയൊക്കെ കൊതിപ്പിക്കുന്നു, അവരെയും പ്രചോദിപ്പിക്കുന്നു. പറയൂ. നമ്മളിത് സാധാരണ ഈ നടതുറപ്പ് സമയത്ത് പാർക്കിങ്ങിന് വേണ്ടിയാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടച്ചിടാറാണ് പതിവ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്കൊരു ഐഡിയ അങ്ങനെ തോന്നിയത്, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്തയെന്നാണ് ഇത് പാർക്കായിട്ട് രൂപം കൊടുത്ത്. ഇനി നമ്മളിവിടെ രാവിലെയും വൈകുന്നേരവും നടക്കാനുള്ള സൗകര്യമാണ് പ്രധാനമായിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അടുത്ത് തന്നെ ഒരു ഓപ്പൺ ജിമ്മ് ഈ വർഷത്തെ പ്രൊജക്റ്റിൽ വരും. പിന്നെ ഒരു റേഡിയോ കോർണർ ഉണ്ട്. കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് നടക്കാൻ വേണ്ടി CCTV ക്യാമറകൾ, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ചേർന്നിട്ടുള്ളൊരു പദ്ധതിയാണ്. അടിപൊളി, നന്നായിട്ട്. അവരിവിടെ ഉണ്ട്. കളിക്കാൻ പറ്റുമോ? വൈകുന്നേരങ്ങളിൽ ഡാൻസ് ഒന്ന് പെട്ടെന്ന് കളിക്കാൻ പറ്റും? ഡാൻസ്, സൂംബ, നിങ്ങളുടെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചുറ്റും ഒരു മനുഷ്യ വലയമാണിപ്പം. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന, വെൽനസിൽ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യ വലയം. മോനെ അത് വന്നേ. കണ്ടോ, ഇവരൊക്കെ ചിരിക്കുന്നോണ്ട് പേര് കേട്ടിരുന്നോണ്ട് പറ. മുഹമ്മദ് ലുബാബ്. മുഹമ്മദ് ലുബാബ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4. ഏത് സ്കൂളിലാ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മുഫീദ് നടക്കാൻ പോവോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണം മുഫീദ് എന്നൊന്ന് പറഞ്ഞേ. രാവിലെ എണീച്ച് നടക്കാൻ പോണം മുഫീദ്. അതാണ് സന്ദേശം. നടക്കാൻ പോകാറുണ്ടോടാ? സത്യം പറഞ്ഞ ഇല്ലല്ലോ. ഇന്ന് ആരാണ് പാട്ടോടാ? ആരാണ് ഗായകൻ? ഓടിവാ പെട്ടെന്ന് വേണം. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികെ മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആ സംഗതികളൊക്കെ എന്ത് ക്ലീനായിട്ടാണ്. ഒരു കാര്യം പറ്റി, ഇതിനെ എങ്ങനെ താളം പിടിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഇവിടെ അപ്പൊ എന്തായാലും നല്ല പാട്ട്, സന്തോഷം നിങ്ങളെയൊക്കെ കണ്ടതിൽ. അപ്പൊ നമ്മളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് എന്റെ ആരോഗ്യം, എന്റെ മാനസിക ശാരീരിക ആരോഗ്യം ആരുടെ ഉത്തരവാദിത്വം? എന്റെ ഉത്തരവാദിത്വം. അപ്പൊ അത് നമുക്കൊന്ന് പറഞ്ഞാലോ? എന്റെ മാനസിക ശാരീരിക ആരോഗ്യം
എന്റെ മാത്രം ഉത്തരവാദിത്വം. അപ്പോ താങ്ക് യു സോ മച്ച്.